നമസ്കാരം, മീനു എം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം 15 ഡിസീസുകളെക്കുറിച്ചും അത് ബാധിക്കുന്ന ഓർഗൻസുകളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ലഭിക്കണമെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെയും ടിഷ്യൂകളുടെയും അവയവങ്ങളുടെയും സാധാരണ പ്രവർത്തനത്തെ മോശമാക്കുന്ന ഒരവസ്ഥയാണ് രോഗം. നമുക്കിന്ന് മറ്റൊരു 15 രോഗങ്ങളെക്കുറിച്ചും അത് ബാധിക്കുന്ന അവയവങ്ങളെക്കുറിച്ചും നോക്കാം. ആദ്യമായി ലുക്കീമിയ. ബ്ലഡിനെയാണ് ലുക്കീമിയ ബാധിക്കുന്നത്. ക്യാൻസറുകളിൽ ഏറെ മാരകമായ ഒന്നാണ് ബ്ലഡ് ക്യാൻസർ അഥവാ ലുക്കീമിയ. രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ അമിതവും അസാധാരണവും അനിയന്ത്രിതവുമായ വർധനയാണ് രക്താർബുദം. അടുത്തതായി ആസ്മ. ലങ്സിനെയാണ് ആസ്മ ബാധിക്കുന്നത്. ആസ്മ ഒരു ശ്വാസകോശ രോഗമാണ്. പലതരം അലർജി മൂലവും പാരമ്പര്യമായും ആസ്മ വരാറുണ്ട്. അടുത്തത് അൾഷിമേഴ്സ് ഡിസീസ്. ബ്രെയിനിനെയാണ് അൾഷിമേഴ്സ് ബാധിക്കുക. ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അൾഷിമേഴ്സ്. ഇത് തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. അടുത്തതായി കാറ്ററാക്ട്. കാറ്ററാക്ട് കണ്ണുകളെയാണ് ബാധിക്കുക. കണ്ണിൻ്റെ ലെൻസ് അതാര്യമാകുന്നത് മൂലം ക്രമേണ കാഴ്ച മങ്ങുന്ന രോഗമാണ് തിമിരം അഥവാ കാറ്ററാക്ട്. അടുത്തതായി കൺജങ്ക്റ്റിവൈറ്റിസ് എന്താണെന്ന് നോക്കാം. കണ്ണിനെയാണ് ഇത് ബാധിക്കുക. കണ്ണിൻ്റെ കൺജങ്ക്റ്റിവയെ ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവിറ്റീസ്. മദ്രാസ് ഐ എന്നും ചെങ്കണ്ണ് അറിയപ്പെടുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇത് പിങ്ക് ഐ എന്നറിയപ്പെടുന്നു. സിറോസിസ്. ലിവറിനെ ബാധിക്കുന്ന രോഗമാണ് സിറോസിസ്. കരൾ വീക്കമാണിത്. പല കാരണങ്ങൾ കൊണ്ടും ഇത് വരാം. മുഖ്യമായും അമിത മദ്യപാനം, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഫാറ്റി ലിവർ എന്നിവയാണ് ഇവയിൽ ചിലത്. ഡയബറ്റീസ്. പാൻക്രിയാസിനെ ബാധിക്കുന്ന അസുഖമാണ് ഡയബറ്റീസ്. ഒരു വ്യക്തിക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയ അവസ്ഥയ്ക്കാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലി രോഗമായ ഇതിനെ സാധാരണക്കാർ ഷുഗർ എന്ന് വിളിക്കുന്നു. അടുത്തതായി ഡെർമറ്റൈറ്റിസ്. ഇത് സ്കിന്നിനെയാണ് ബാധിക്കുന്നത്. ചർമ്മവീക്കമാണ് ഡെർമറ്റൈറ്റിസ്. ഇതിൻ്റെ ഫലമായി തൊലിപ്പുറത്ത് റാഷസ്, ഡ്രൈനസ്, റെഡ്നസ് ഒക്കെ ഉണ്ടാവുന്നു. അടുത്തതായി ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്തിനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. കണ്ണിനെയാണ് ഗ്ലോക്കോമ ബാധിക്കുന്നത്. കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് കാഴ്ചാ സിഗ്നലുകൾ എത്തിക്കുന്ന ഒപ്റ്റിക് നാഡിക്ക് ഒരു പ്രത്യേക തരത്തിൽ കേടുപാടുണ്ടാക്കുന്ന അസുഖമാണ് ഗ്ലോക്കോമ. അടുത്തതായി മംസ്. സലൈവറി ഗ്ലാൻഡിനെയാണ് ഇത് ബാധിക്കുന്നത്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എളുപ്പം പടരുന്ന വൈറൽ രോഗമാണ് മുണ്ടിനീര് അഥവാ മംസ്. പ്രധാനമായും ഉമിനീർ ഗ്രന്ഥികളെയാണ് ഈ രോഗം ബാധിക്കുക. അടുത്തതായി ഓട്ടൈറ്റിസ്. ചെവികളെയാണ് ഇത് ബാധിക്കുക. ഓട്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇയർ ഇൻഫെക്ഷൻ ആണ്. ഇത് മധ്യകർണത്തിലും ചെവിയുടെ ഉള്ളിലും ചെവിയുടെ പുറത്തേക്കുള്ള ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഇനി നമുക്ക് എയ്ഡ്സ് എന്താണെന്ന് നോക്കാം. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണിത്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം. HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ബാധിച്ചതിൻ്റെ ഫലമായി മനുഷ്യന് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും തൽഫലമായി മറ്റു മാരക രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് എയ്ഡ്സ്. ഇനി നമുക്ക് ടോൺസിലൈറ്റിസ് എന്താണെന്ന് നോക്കാം. തൊണ്ടയിലെ ഗ്ലാൻഡിനെ ബാധിക്കുന്ന അസുഖമാണ് ടോൺസിലൈറ്റിസ്. ടോൺസിലുകളുടെ വീക്കം അഥവാ താലവ ടോൺസിൽ, ഗ്രസനി ടോൺസിൽ, ജിഹ്വ ടോൺസിൽ എന്നീ 3 ടോൺസിലുകളും ചേർന്നുള്ള ലസിക കലകളിൽ ഉണ്ടാവുന്ന എല്ലാ ബാക്ടീരിയൽ വൈറൽ ബാധകളെയും ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നു. അടുത്തതായി ആന്ത്രാക്സ്. ലങ്സിനെയാണ് ആന്ത്രാക്സ് ബാധിക്കുക. ആന്ത്രാക്സ് എന്ന മാരകമായ അസുഖത്തിന് കാരണം ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയ ആണ്. കൂടുതലും മൃഗങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്.
ഇനി നമുക്ക് റിക്കറ്റ്സ് എന്താണെന്ന് നോക്കാം. ബോൺസിനെയാണ് ഇത് ബാധിക്കുക. ഓസ്റ്റിയോ മലേഷ്യ എന്നും ഇതറിയപ്പെടുന്നു. സൂര്യപ്രകാശം ലഭിക്കാത്തത് മൂലവും വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലവും ശിശുക്കളുടെ അസ്ഥികളെ ശുഷ്കമാക്കുന്ന രോഗമാണിത്. പക്ഷിബാധ, പിള്ളവാതം, ഗ്രഹണി എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. രോഗങ്ങളും അവ ബാധിക്കുന്ന അവയവങ്ങളും എന്ന ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. പഠിക്കുന്ന കുട്ടികൾക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഇത് കൂടുതലായി ഉപകാരപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.